പ്രിയമുള്ളവരെ, വചനജ്വാല 1716 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് 13 ബുധനാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ പരിശുദ്ധ ദൈവമാതാവിന്റെ വണക്കമാസം 13-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇന്നത്തെ വചനവായനയിൽ എസെക്കിയേലിന്റെ പുസ്തകം 8-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക. ദേവാലയത്തിലെ മ്ലേച്ഛതകൾ. 6-ാം വർഷം 6-ാം മാസം 5-ാം ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ ഇരിക്കുകയായിരുന്നു. എൻ്റെ മുൻപിൽ യൂദയായിലെ ശ്രേഷ്ഠന്മാരും ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചുണ്ടായ ദൈവമായ കർത്താവിന്റെ കരം എൻ്റെ മേൽ വന്നു. ഞാൻ നോക്കി, അതാ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപം. അവന്റെ അരക്കെട്ട് പോലെ തോന്നിയ ഭാഗത്തിന് താഴെ അഗ്നിയും അരക്കെട്ടിന് മുകളിൽ തിളങ്ങുന്ന ഓടിൻ്റേതു പോലെയുള്ള ശോഭയും. കൈപോലെ തോന്നിയ ഭാഗം നീട്ടി അവൻ എൻ്റെ മുടിക്ക് പിടിച്ചു. ആത്മാവ് എന്നെ ഭൂമിയുടെയും ആകാശത്തിന്റെയും മധ്യത്തിലേക്ക് ഉയർത്തി. ദൈവത്തിൽ നിന്നുള്ള ദർശനങ്ങളിൽ എന്നെ ജെറൂസലേമിൽ അകത്തെ അങ്കണത്തിന്റെ വടക്കേ വാതിക്കലേക്ക് കൊണ്ടുപോയി. അസൂയ ജനിപ്പിക്കുന്ന അസൂയാ വിഗ്രഹത്തിന്റെ പീഠം അവിടെ ഉണ്ടായിരുന്നു. അതാ അവിടെ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം. സമതലത്തിൽ വെച്ച് ഞാൻ കണ്ട ദർശനത്തിലേതുപോലെ തന്നെ ആയിരുന്നു അത്. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, വടക്ക് ദിക്കിലേക്ക് നോക്കി കണ്ണുകൾ ഉയർത്തുക. ഞാൻ വടക്ക് ദിക്കിലേക്ക് നോക്കി കണ്ണുകൾ ഉയർത്തി. അതാ ബലിപീഠത്തിന്റെ വാതിക്കൽ വടക്ക് വശത്ത് അസൂയാ വിഗ്രഹം നിൽക്കുന്നു. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, അവർ ചെയ്യുന്നത് നീ കാണുന്നുണ്ടോ? എന്റെ വിശുദ്ധ സ്ഥലത്ത് നിന്ന് എന്നെ തുരത്താൻ വേണ്ടി ഇസ്രായേൽ ജനം അവിടെ ചെയ്തു കൂട്ടുന്ന കടുത്ത മ്ലേച്ഛതകൾ നീ കാണുന്നുണ്ടോ? ഇതിനേക്കാൾ വലിയ മ്ലേച്ഛതകൾ നീ ഇനിയും കാണും. അവിടുന്ന് എന്നെ അങ്കണത്തിന്റെ വാതിക്കലേക്ക് കൊണ്ടുവന്നു. ഞാൻ നോക്കി, അതാ ഭിത്തിയിൽ ഒരു ദ്വാരം. അവിടുന്ന് എന്നോട് കൽപ്പിച്ചു, മനുഷ്യപുത്ര, ഭിത്തി തുറക്കുക. ഞാൻ ഭിത്തി തുറന്നു. അതാ ഒരു വാതിൽ. അവിടുന്ന് തുടർന്നു, അകത്ത് പ്രവേശിച്ച് അവർ അവിടെ ചെയ്തു കൂട്ടുന്ന നികൃഷ്ടമായ മ്ലേച്ഛതകൾ കാണുക. ഞാൻ അകത്ത് കടന്നു നോക്കി, അതാ എല്ലാതരം ഇഴജന്തുക്കളും അറപ്പുണ്ടാക്കുന്ന ജീവികളും ഇസ്രായേൽ ഭവനത്തിന്റെ എല്ലാ വിഗ്രഹങ്ങളും ചുറ്റുമുള്ള ഭിത്തിയിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ഇസ്രായേലിലെ 70 ശ്രേഷ്ഠന്മാരും അവരുടെ കൂടെ ഷാഹാന്റെ മകനായ സാനിയായും അവയുടെ മുൻപിൽ നിൽക്കുന്നു. ഓരോരുത്തരുടെയും കയ്യിൽ ധൂപകലശമുണ്ടായിരുന്നു. സുഗന്ധിയായ ധൂമപടലം ഉയർന്നുകൊണ്ടിരുന്നു. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനത്തിലെ ശ്രേഷ്ഠന്മാർ ഇരുളിൽ ചിത്രങ്ങൾ നിറഞ്ഞ മുറിയിൽ ചെയ്യുന്നതെന്തെന്ന് നീ കാണുന്നുണ്ടോ? അവർ പറയുന്നു, കർത്താവ് ഞങ്ങളെ കാണുന്നില്ല. കർത്താവ് ഈ ദേശത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, ഇതിലും ഗുരുതരമായ മ്ലേച്ഛതകൾ അവർ ചെയ്യുന്നത് നീ കാണും. അവിടുന്ന് എന്നെ ദേവാലയത്തിന്റെ വടക്കേ വാതിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി. അതാ അവിടെ തമ്മൂസിനെ കുറിച്ച് വിലപിക്കുന്ന സ്ത്രീകൾ. അവിടുന്ന് എന്നോട് ചോദിച്ചു, മനുഷ്യപുത്ര, നീ ഇത് കണ്ടില്ലേ? ഇവയേക്കാൾ വലിയ മ്ലേച്ഛതകൾ നീ കാണും. ദേവാലയത്തിന്റെ അകത്തളത്തിലേക്ക് അവിടുന്ന് എന്നെ കൊണ്ടുപോയി. കർത്താവിന്റെ ആലയത്തിന്റെ വാതിൽക്കൽ പൂമുഖത്തിനും ബലിപീഠത്തിന്റെ നടുവിൽ 25ഓളം പേർ
ദേവാലയത്തിന് പുറംതിരിഞ്ഞ് കിഴക്കോട്ട് നോക്കി നിൽക്കുന്നു. അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുകയായിരുന്നു. അവിടുന്ന് ചോദിച്ചു, മനുഷ്യപുത്ര, നീ കണ്ടില്ലേ? യൂദാഭവനം ഇവിടെ കാട്ടുന്ന മ്ലേച്ഛതകൾ നിസ്സാരങ്ങളോ? അവർ ദേശത്തെ അക്രമങ്ങൾ കൊണ്ട് നിറച്ചു. എന്റെ ക്രോധത്തെ ഉണർത്താൻ അവർ വീണ്ടും തുനിഞ്ഞിരിക്കുന്നു. അവർ അതാ മൂക്കത്ത് കമ്പ് വയ്ക്കുന്നു. അതിനാൽ ക്രോധത്തോടെ ഞാൻ അവരുടെ നേരെ തിരിയും. ഞാൻ അവരെ വെറുതെ വിടുകയില്ല. ഞാൻ കരുണ കാണിക്കുകയില്ല. അവർ എൻ്റെ കാതുകളിൽ ഉറക്കെ കരഞ്ഞാലും ഞാൻ കേൾക്കുകയില്ല. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് മെത്രാനായിരുന്ന മൗനിയായ വിശുദ്ധ ജോണിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. പ്രിയമുള്ളവരെ, ഇന്ന് തന്നെ ഫാത്തിമ മാതാവിന്റെ തിരുനാളും ആഗോള കത്തോലിക്ക സഭയിൽ അനുസ്മരിക്കുന്ന ദിനം കൂടെയാണ്. മൗനിയായ ജോൺ ചെറുപ്പം മുതൽ തന്നെ എളിമയിൽ ജീവിച്ചു. തരങ്ങളെയും അപമാനങ്ങളെയും സ്വാഗതം ചെയ്ത് ശാരീരിക ചാബല്യങ്ങളെ പ്രായശ്ചിത്തം കൊണ്ടും ആത്മപരിത്യാഗം കൊണ്ടും പ്രാർത്ഥനയിൽ കഴിഞ്ഞു. അങ്ങനെ വളരെ ചുരുക്കമായിട്ടേ അദ്ദേഹം സംസാരിച്ചിരുന്നുള്ളൂ. ഏകാന്തതയിൽ കഴിയുമ്പോഴാണ് നിർബന്ധപൂർവം 28-ാം വയസ്സിൽ കൊളോണിയൻ രൂപതയുടെ മെത്രാനാക്കിയത്. അതിനുശേഷവും സന്യാസനിഷ്ഠയും തപസ്സും അനുഷ്ഠിച്ച് 9 കൊല്ലം അജഗണത്തെ ക്രിസ്തീയ ചൈതന്യം നിറയ്ക്കാൻ ശ്രമിച്ചെങ്കിലും അസാധ്യമായതിനാൽ മെത്രാൻ സ്ഥാനം ഒഴിഞ്ഞ് വിശുദ്ധ സാബായുടെ ലൗറയിൽ തപസ് ചെയ്യുവാൻ, ഉപവാസം അനുഷ്ഠിക്കാനും തുടങ്ങി. തുടർന്ന് മെത്രാനായിരുന്നു എന്ന് അറിഞ്ഞപ്പോൾ അവിടെയും വിട്ടുപോയി വനാന്തരത്തിൽ താമസിച്ചു. 76 വർഷം വനവാസം അനുഷ്ഠിച്ച് 104-ാം വയസ്സിൽ നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, മൗനിയായ വിശുദ്ധ ജോണിന്റെയും ഫാത്തിമ മാതാവിന്റെയും മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.